ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2022 ചോദിച്ച ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. ഇവിടെ പാസേജ് തന്നിട്ടുണ്ട്, ഇതിൽ ചില വേർഡ്സ് മിസ്സിംഗ് ആണ്, അത് കംപ്ലീറ്റ് ചെയ്യണം. നൗ ആഫ്റ്റർ എ സീരീസ് ഡാഷ് എലിമിനേഷൻ ബൗട്ട്സ് they had been informed that they were dash meet each other in the division finals that were scheduled dash the 7th of August, 2 weeks away. The winner to represent the boys club dash the Golden Gloves Championship tournament. ഇവിടെ നോക്കിയേ, now after a series of elimination bouts, series of അത് നമുക്ക് കിട്ടും, വലിയ ടഫല്ല. series of elimination bouts, they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August. അതിപ്പോൾ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഡേ ആണ് തന്നിരുന്നത് എങ്കിൽ ഓൺ ആയിരുന്നു. ഇവിടെ പക്ഷേ the 7th of August എന്നാണ് തന്നേക്കുന്നത്. സോ ഇവിടെ മാച്ച് ആയിട്ടുള്ളത് for the 7th of August, 2 weeks away, the winner to represent the boys club in Golden Gloves Championship ടൂർണമെൻറ്റ്. ഇത് വലിയ ടഫായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ പറയാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും സിമിലർ ആയിരിക്കില്ലല്ലോ, ചിലവർക്ക് ഈസി ആയിരിക്കാം, ചിലവർക്ക് ടഫായിരിക്കാം. ഓക്കെ, എന്നാലും ഇതൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അടുത്തത് 2021 ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ സ്റ്റോറി അമിഗോ ബ്രദേഴ്സ്, ദി അനൗൺസർ ടേൺഡ് ടു ദ വിന്നർ ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് അലോൺ ഇൻ ദ ബോക്സിംഗ് റിംഗ്. അമിഗോ ബ്രദേഴ്സ് സ്റ്റോറിയുടെ എൻഡിങ്ങിൽ അറിയാം, അനൗൺസർ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആൻ്റോണിയോവും അതേപോലെ ഫിലിക്സും ഇല്ല, അനൗൺസർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദ ചാമ്പ്യൻസ് ഹഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിങ്. തോളിൽ കൈയിട്ടിട്ട് ചാമ്പ്യൻസ് രണ്ടുപേരും റിങ്ങിൽ നിന്ന് ഓൾറെഡി പോയിട്ടുണ്ട്. ഇമാജിൻ ദറ്റ് യു ആർ ദ അനൗൺസർ. നിങ്ങളാണ് അനൗൺസർ എന്ന് വിചാരിക്കുക. വാട്ട് വുഡ് യു അനൗൺസ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഈ സിറ്റുവേഷനിൽ നിങ്ങളിതെങ്ങനെ അനൗൺസ് ചെയ്യും? റൈറ്റ് ദ ലൈക്ലി അനൗൺസ്മെൻറ്റ്. നിങ്ങൾ അനൗൺസ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അനൗൺസ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. ദ ബ്ലഡ് ചില്ലിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ അമിഗോ ബ്രദേഴ്സ് ഹസ് കം ടു ആൻ അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ്. അപ്പോൾ ആദ്യം തന്നെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന് പറയുകയാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ അമിഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റിംഗ് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്ലൈമാക്സിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ദ ടു പാർട്ടിസിപ്പൻസ് ഹാവ് സ്റ്റോപ്ഡ് ഫൈറ്റിംഗ്. ഇടയ്ക്ക് വെച്ച് രണ്ടുപേരും ഫൈറ്റിംഗ് നിർത്തി. ദേ ഹാവ് ഹഗ്ഡ് ഈച്ച് അതർ. രണ്ടുപേരും ഹഗ് ചെയ്തു. ദേ ആർ ലീവിങ് ദ റിംഗ് ആം ഇൻ ആം വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ദ വെർഡിക്റ്റ്. അപ്പോൾ ഇവരിവിടെ ആരാണ് ജയിച്ചത് എന്ന് നോക്കാതെ രണ്ടുപേരും ലീവ് ചെയ്യുവാണ്, കൈ തോളിലിട്ടിട്ട്. ലുക്ക് അറ്റ് ദെയർ ഫേസസ്. അവരുടെ മുഖത്തേക്ക് നോക്കുക. ദേ ആർ വെരി ഹാപ്പി. അവർ നല്ല ഹാപ്പിയാണ്. ദ റെഫറി ഈസ് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. ഇവിടെ റെഫറിയാണ് കൺഫ്യൂഷനിലായിരിക്കുന്നത്. ലെറ്റ് സി വാട്ട് ദ ഓർഗനൈസേഴ്സ് ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്. പരിപാടി ഓർഗനൈസ് ചെയ്തവർ ഇനി എന്താ ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം. വിൽ ദേ ബാൻ ദ അമിഗോ ബ്രദേഴ്സ് ഫ്രം ദ കമ്മിങ് മാച്ചസ്? ഇനി വരാൻ പോകുന്ന മാച്ചസിൽ നിന്ന് അമിഗോ ബ്രദേഴ്സിനെ അവർ ഒഴിവാക്കോ, ബാൻ ചെയ്യോ? ഓർ വിൽ ദേ മൂവ് ടു ദ കോർട്ട്? അവർ കോർട്ടിലേക്ക് ഇത് കൊടുക്കുമോ? എനിവേ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് അവർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്സ്. എന്ത് തന്നെയായാലും ഇത് ആദ്യമായിട്ട് നടന്നേക്കുന്ന സംഭവമാണ്. ഇങ്ങനെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ഇത് ഒരു അനൗൺസ്മെൻറ്റാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഭംഗിയാക്കിയിട്ട് അനൗൺസ്മെൻറ്റ് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് വൺ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫ്രണ്ട്ഷിപ്സ് പ്രസൻറ്റഡ് ഇൻ ദ സ്റ്റോറി അമിഗോ ബ്രദേഴ്സ് ആൻഡ് അവർ ഓഫ് ട്രൂത്ത്. ഹിൻസ് വാല്യൂ ഫ്രണ്ട്ഷിപ്പ് മോർ, വാല്യൂ പ്രിൻസിപ്പിൾസ് മോർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് ചാപ്റ്റേഴ്സ് അമിഗോ ബ്രദേഴ്സും അവർ ഓഫ് ട്രൂത്തും. ഇത് രണ്ടിലും ഫ്രണ്ട്ഷിപ്പ് കാണാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് രണ്ടും കമ്പയർ ചെയ്ത് എഴുതണം. അമിഗോ ബ്രദേഴ്സിൽ ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ ഓഫ് ട്രൂത്തിൽ റോബർട്ട് ബാൽവിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സത്യസന്ധത, ട്രൂത്ത്ഫുൾനെസ്സിനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ടീച്ചർ പറയുന്ന പോയിൻറ്റ്സ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് എഴുതി ആ ആൻസറിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഒരിക്കലും ഒരു ആളുടെ ആൻസറാണ് അടിപൊളിയാണത് എന്ന് പറഞ്ഞ് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല.
അടുത്തത് 2019 ക്വസ്റ്റ്യൻ ആണ്. എഡിറ്റ് ദ പാസേജ്. ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഇൻ ദ സ്റ്റോറി അമിഗോ ബ്രദേഴ്സ് ഇസ് ദാറ്റ് ഓഫ് അംബിഷൻ. ഓഫ് കണ്ടോ, സ്പെല്ലിംഗ് ശരിക്കും എന്താണ്? OFF അല്ല, OF, ഓഫ് അംബിഷൻ. ബോത്ത് ഫ്രണ്ട്സ് വാണ്ട്സ് ടു ബി ചാമ്പ്യൻസ്. അത് തെറ്റാണ്. ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ചാമ്പ്യൻസ്, ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള വേർബും പ്ലൂറലായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ, പ്ലൂറൽ വെർബ് ആക്കാനായിട്ട് എസ് കട്ട് ചെയ്യണം. വാണ്ട്സ് എന്താക്കണം, വാണ്ട് ആക്കണം. ബട്ട് ഓൺലി വൺ ഓഫ് ദം ക്യാൻ ബി ദ ചാമ്പ്യൻ. സോ ദേ ഡിസൈഡ് ഇൻ ഫൈറ്റ് ഔട്ട് ഇറ്റ്. ഇതെങ്ങനെ മാറ്റണം? ദേ ഡിസൈഡ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട് എന്നാക്കണം. ചിലപ്പോൾ വേർഡ്സ് അതിൽ എന്താ പറയുക, ഡിസോർഡേഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. നമ്മളത് കറക്റ്റാക്കി എഴുതിയാൽ മതി. ചിലപ്പോൾ അങ്ങനെയായിരിക്കും എഡിറ്റ് ചെയ്യേണ്ടത്. ഇൻ ദ എൻഡ് ദേ റിയലൈസ് ദാറ്റ് ദേ വാല്യൂ ദെയർ ബോണ്ടിങ് മോർ ദാൻ ദെയർ അംബിഷൻ. ഇവിടെ ദെയർ എന്നുള്ളത് ദെയർ അംബിഷൻ്റെ ദെയർ കണ്ടോ, ആ ഒരു ദെയർ, അവരുടെ എന്നുള്ളതാണെങ്കിൽ THEIR ആണ്. അവിടെ എന്നുള്ളതാണ് THERE. ഇതൊന്ന് ശ്രദ്ധിക്കാം. 2018 നോക്കാം. ആന്റോണിയോ ആൻഡ് ഫെലിക്സ് വെയർ വെൽ ലൈക്ഡ് ആൻഡ് റെസ്പെക്റ്റഡ്. ഈച്ച് ഹാഡ് ഹിസ് ഓൺ ലോയൽ ഫോളോയിങ് സേസ് പിരി തോമസ് ഇൻ അമിഗോ ബ്രദേഴ്സ്. അല്ലേ, ആന്റോണിയോയ്ക്കും ഫെലിക്സിനും അവർ രണ്ടുപേരും എല്ലാവരും ഇഷ്ടപ്പെടുകയും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന രണ്ടുപേരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ലോയലും ഒക്കെ ഉണ്ട്. അതേപോലെ ഇതാരാ പറഞ്ഞത്? പിരി തോമസ് റൈറ്റർ പറയാണ്. ഹൗ ഡിഡ് ദീസ് അഡോളസെന്റ് ബോയ്സ് ബിക്കം ദ റോൾ മോഡൽസ് ഓഫ് ദ റെസിഡൻസ് ഓഫ് മാൻഹാറ്റൻ? എങ്ങനെയാണ് ഇവർ അവിടെയുള്ള ആളുകളുടെ റോൾ മോഡലായത്? അറ്റംപ്റ്റ് യുവർ ആൻസർ ഇൻ എ പാരഗ്രാഫാക്കി നിങ്ങൾക്ക് ആൻസർ എഴുതാം. 4 marks ക്വസ്റ്റ്യൻ. ദ അമിഗോ ബ്രദേഴ്സ് ലെഫ്റ്റ് ദ റിംഗ് ആം ഇൻ ആം വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ വെർഡിക്റ്റ്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ എൻ അനൗൺസ്മെൻറ്റ് ടു ബി മെയ്ഡ് സൂൺ ആഫ്റ്റർ ദർ എക്സിറ്റ്. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, അനൗൺസ്മെൻറ്റ് തന്നെയാണ്, റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, അതാണ് 2018 ക്വസ്റ്റ്യൻ. 2017 ക്വസ്റ്റ്യൻ. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉള്ളത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.